എനിക്ക് നവാസ്കില്ലാതെ ജീവിക്കാൻ പറ്റില്ല. 21 വർഷം നീണ്ട സന്തോഷകരമായ ദാമ്പത്യത്തിനൊടുവിലാണ് നവാസ് രഹ്നയെയും അതുപോലെ തന്നെ 3 മക്കളെയും തനിച്ചാക്കി പടച്ചവനിലേക്ക് യാത്ര തിരിച്ചത് എന്നുള്ളതാണ്. നവാസ് കാക്കയില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രഹ്ന പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയിലും അതുപോലെ തന്നെ സ്റ്റേജുകളിലും കോമഡി വേഷങ്ങളും എല്ലാം ഒന്നിച്ച് ചെയ്തിരുന്ന രഹ്നയും അതുപോലെ തന്നെ നവാസും പിന്നീട് ജീവിതത്തിൽ ഒന്നിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ചങ്ങരംകുളത്ത് നടന്ന ഒരു സ്റ്റേജ് പരിപാടി അത് ഡയറക്റ്റ് ചെയ്തത് നവാസായിരുന്നു. ആ സമയത്ത് മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് അയച്ച് മറ്റു പരിപാടിയിലേക്ക് കയറാൻ വേണ്ടി വൈകിയതിന് രഹ്നയെ നവാസ് ശകാരിച്ചിരുന്നു. ആ സമയത്താണ് ആദ്യമായി നവാസ്കായെ നേരിട്ട് കാണുന്നത് എന്നാണ് രഹ്ന ഇതിനു മുന്നേ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. നവാസിൻ്റെ വേർപാട് തീർച്ചയായിട്ടും അഗാധമായ ദുഃഖത്തിലായിത്തീരുകയാണ് രഹ്നയെ. തീർച്ചയായും അതിൽ നിന്ന് കരകയറാൻ വേണ്ടി പടച്ച തമ്പുരാൻ പെട്ടെന്ന് രഹ്നയ്ക്കും മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അതുപോലെ തന്നെ അവസാനമായി അറമ്പറ്റിപ്പോയ വാക്ക് എന്നൊക്കെ പറയാവുന്നത് പോലെ നമ്മുടെ നവാസ് അവസാനമായി പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. നല്ല ഒരു വിശ്വാസിക്ക് മാത്രമേ അത്തരം ഒരു വർത്തമാനങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നവാസ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാണ്. തീർച്ചയായും നല്ല ഒരു മതവിശ്വാസിയാണ് നവാസ് എന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമുക്ക് ആദ്യമായി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിലേക്കൊന്ന് പോകാം. ഈ നിമിഷത്തിനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നത് യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും അല്ലെങ്കിൽ എവിടെ എത്തുന്നുള്ളൂ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ദീർഘവീക്ഷണമാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിൽ അത്രയും അനുഭവിച്ച് വന്ന കഷ്ടപ്പാടുകളും കാര്യങ്ങളും കൊണ്ടൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് നവാസിൻ്റെ വായിൽ നിന്നും അവസാനമായി ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ വന്നത് എന്നുള്ളതാണ്. വളരെ വളരെ കാര്യമായ ഒരു കാര്യമാണ് നവാസ് പറഞ്ഞത്. ഒരു മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഇന്ന് ഇവിടെ എത്താൻ പറ്റുമെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഇന്നലെ പറയുകയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമെന്നോ അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. വന്നാൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് പടച്ചവൻ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. മരണം എന്ന് പറയുന്നത് ആരെയും എപ്പോഴും ഏത് സമയത്തും പിടികൂടാം എന്നുള്ളതാണ്. അതിന് രാജാവെന്നോ രാജ്ഞിയെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്നൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളായൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് പോലും അവരുടെ മരണത്തെ പ്രവചിക്കാനോ കണ്ടെത്തുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മരണം എപ്പോഴും നമ്മെ ചേർത്തി പിടിക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം. അതിനു മുന്നേ നവാസ് പറഞ്ഞതുപോലെ നമ്മൾ നാളത്തേക്കുണ്ടാവുമെന്നോ ചിലപ്പോൾ നാളെ ഈ സംസാരിക്കുന്ന ഞാൻ തന്നെ നാളെ ഉണ്ടാവുമെന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് നവാസ് പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ ജീവിതത്തിലും നാളത്തെ ജീവിതത്തിലും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ തലമുറയ്ക്കും ആ വാക്കുകൾ തീർച്ചയായിട്ടും കടമെടുത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത്രയും നല്ല അർത്ഥവത്തായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. മരണത്തെ നമ്മൾ പേടിച്ചുകൊണ്ട് ജീവിക്കുക തന്നെ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തെയും ഒരുപാട് പോസിറ്റീവായിട്ട് കുടുംബജീവിതത്തെ വളരെ നന്മയോടുകൂടി കാണുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ജീവിക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് സിനിമയാണെങ്കിലും അദ്ദേഹം നല്ല ഒരു മതവിശ്വാസി അതുപോലെ തന്നെ ഒരു ഇസ്ലാം മതവിശ്വാസി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഏതാനും ചില വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഇപ്പോൾ നിയാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നിയാസിൻ്റെ അറിവും അല്ലെങ്കിൽ അവസ്ഥകളും വന്നിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ നിയാസൊക്കെ വന്നിട്ടുള്ള അതുപോലെയുള്ള വളരെ അപകടം പിടിച്ച വളരെ അവസ്ഥ മോശമായിട്ടുള്ള വഴികളിലൂടെ തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്തൊക്കെ. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പലതും പറയിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറയുന്നതിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ ആദ്യം എനിക്കൊരു കുടുംബം വേണം. ഒരു പ്രകൃതി നിയമം എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം നമ്മളൊരു വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റാതിരിക്കാനും മറ്റുള്ള മോശമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും ഒക്കെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈശ്വര വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വിശ്വസിക്കുന്നവരല്ലാത്തവരൊക്കെ
ഒരു ചട്ടക്കൂട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കും നമുക്കൊരു സ്വസ്ഥമായൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിനകത്താണ് ഭാര്യയും മക്കളും എല്ലാവരും വരുന്നതല്ലേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വക ഒരു പരിപാടിക്ക് നിൽക്കരുത്. അപ്പം നമ്മൾ അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരുപാട് അർത്ഥങ്ങൾ വെക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. അദ്ദേഹം പറയുന്നുണ്ട്, ഫാമിലി എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് എന്ന് പറയുന്നത് മറ്റ് വൃത്തികേടിലേക്കൊക്കെ മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടി മതങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും എല്ലാം ഒരു വിശ്വാസിക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു ചട്ടക്കൂടാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് സത്യം. അത്തരം ചട്ടക്കൂടിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ എല്ലാവിധ നിബന്ധനകളും പാലിക്കാൻ തയ്യാറാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. തിരിയുന്നവർക്ക് എല്ലാം തിരിയും. തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത്. ഒരു ഫാമിലി മാനാണ് നവാസ് എന്ന് തെളിയിക്കുന്ന വർത്തമാനം തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയനും തീർച്ചയായിട്ടും ഒരുപാട് ദുഷ്കരമായ വഴികളിലൂടെയാണ് സഞ്ചരിച്ച് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. നവാസിനെ കുറിച്ച് സിനിമാ ഫീൽഡിലുള്ളവർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോമഡി സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും എല്ലാം തന്നെ നല്ലത് മാത്രമേ പറയാനുണ്ടായിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു മോശകരമായ ഒരു ഹൈപ്പോ എന്തെങ്കിലും കാര്യങ്ങളോ പാരിതോഷികം ഒന്നും തന്നെ സിനിമാ മേഖലയിൽ നിന്നായാലും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ മേഖലയിൽ നിന്നായാലും നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത മേഖല ഇതാണ് എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം നല്ല രീതിയിൽ ശോഭിക്കുകയും അതുപോലെ തന്നെ ഈ അവസാന നിമിഷം വരെ അതിനു വേണ്ടി തന്നെ സമയം ചെലവഴിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കേൾക്കേണ്ടതാണ്. വിശ്വാസിയും കൂടിയായിരുന്നു. തീർച്ചയായും നമസ്കാരവും അതുപോലെ തന്നെ രാവിലെ വെളുപ്പിന് നടക്കുക, നീന്തൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആർഭാടകരമായ ഒരു ജീവിതം, ഒരു മിതമായ ഒരു ജീവിതവും വളരെ ലാളിത്യം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏതൊരു വീട്ടിലെ ഏതൊരു ആവശ്യത്തിനും അദ്ദേഹം കുടുംബപരമായിട്ട് തന്നെ അവിടെ എത്തിച്ചേരുവാറുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു ജാടയും ഒരു ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പുള്ളി. ഒരു എല്ലാവരോടും പെട്ടെന്ന് മിങ്കിളാവും. നല്ലൊരു ഫ്രണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും അതുപോലെ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും പുള്ളി അപ്പോൾ ഒന്ന് ചെയ്തവരൊക്കെ ചെയ്യുന്നത് ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമ ആടൻ്റെ വീട്ടിലെ പോലെയല്ല, അവരുടെ വീട്ടിലെ ഗേറ്റൊക്കെ എപ്പോഴും തുറന്നിട്ടേക്കാണ്. വാഴക്കുളത്ത് തന്നെ പ്രീമിയർ ലീഗിന്റെ പ്രോഗ്രാമിന് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ടാണ് വന്ന് ചെയ്തത്. ഓർക്കണില്ലേ? ഒരു പേയ്മെന്റോ നാട്ടുകാരോട് അത്ര. തീർച്ചയായിട്ടും ഓരോ വക്തും 5 വക്തും നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നവാസ് എന്ന് പറയുന്ന മനുഷ്യൻ. അതുപോലെ തന്നെ രാവിലെ സ്ഥിരമായിട്ട് വ്യായാമങ്ങളിലും അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ പരിപാടികളിലും പോയി പങ്കെടുക്കുന്നത് പണം പോലും മോഹിക്കാതെ അതൊന്നും വാങ്ങാതെ അത്തരം പരിപാടികൾ നിലനിന്ന് പോകണം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ നവാസ് എന്ന് പറയുന്ന ഈ മിമിക്രി കലാകാരൻ എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സ്റ്റാർ ആണെന്നോ അദ്ദേഹം ഒരു സിനിമാ നടനാണെന്നോ ഒന്നും തന്നെ കാണിക്കാതെ ചെറിയ ചെറിയ പരിപാടികൾ, ഫുട്ബോൾ മാച്ചുകളാണെങ്കിൽ പോലും പൈസയൊന്നും വാങ്ങാതെ അവിടെ പോയി നാട്ടുകാരോട് സഹകരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ആ ഗേറ്റ് പോലും പൂട്ടാറില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും നവാസ്കാറിൻ്റെ ആ തറവാട്ടിലേക്ക് ആർക്കും കയറി ചെല്ലാം എന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നിയ ചില വാക്കുകളാണ് ആ നാട്ടുകാരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത്. ഇങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ്. എളിമ എന്ന് പറയുന്ന ഒരു സാധനം തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഉണ്ടാവുകയില്ല. ചില ആൾക്കാർക്ക് പണം കൂടുന്നതനുസരിച്ച് സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. ചില ആൾക്കാർക്ക് പൈസ കൂടുന്നതനുസരിച്ച് എളിമ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് നമ്മുടെ നവാസ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഖബർ ജീവിതം പടച്ച തമ്പുരാൻ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ വിഷമത്തിലും അതുപോലെ തന്നെ രഹനയുടെയും അതുപോലെ തന്നെ 3 കുട്ടികളുടെയും ഈ വിഷമത്തിലും നമ്മളും പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ക്ഷമകൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിനും ആ പത്നിക്കും അതുപോലെ തന്നെ ആ 3 മക്കൾക്കും പടച്ച തമ്പുരാൻ നൽകട്ടെ. തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം കരകയറി തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി രഹനക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പടച്ച തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.